പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞു മക്കളെ, യുവതീവാക്കന്മാരെ, നിങ്ങളോട് പ്രത്യേകം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ, ചിലർക്ക് ജോലിക്കും വിദേശ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനോട് ഒത്തിരി പേര് പ്രാർത്ഥന. നിങ്ങളുടെ ഈ ധ്യാനത്തിന് വന്നപ്പോഴും ആദ്യവള്ളി ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും രണ്ടാം ശനി ശുശ്രൂഷയ്ക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ പറയുന്ന, അതുപോലെ കൺവെൻഷനൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സാക്ഷി പറയണം. അപ്പോൾ നിങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ ചിലപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞാൽ, കുരിശിന് വഴി ചെല്ലാൻ പറഞ്ഞിട്ടിരിക്കും. അതൊക്കെ നിങ്ങൾ ചെല്ലണം. നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് തന്നെ കർത്താവ് നിങ്ങളിൽ പ്രവർത്തിക്കും. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 38-39 എന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപെടുത്താൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കഴിയുകയില്ല. കർത്താവിനെ സ്നേഹിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് സഹായിക്കും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.